മണ്ണാർക്കാട് നഗരമധ്യത്തിൽ പ്രവർത്തിച്ചുവരുന്ന ബീവറേജസ് ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് നടത്തിയ മാർച്ചിൽ ഉന്തും തള്ളും. ബീവറേജിന് മുന്നിൽ യൂത്ത് ലീഗ് പ്രവർത്തകരെ തടഞ്ഞതിനെ തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറെ നേരം ഉന്തും തള്ളുമുണ്ടായി. പ്രവർത്തകർ ഗേറ്റിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. പ്രതിഷേധ മാർച്ച് ഗഫൂർ കോൽക്കളത്തിൽ ഉദ്ഘാടനം ചെയ്തു. ഒരു അജണ്ടയുടെ ഭാഗമായി വന്നിട്ടുള്ള ഒരു മാർച്ച് അല്ല ഇത്. മറിച്ച് ഇന്നലെ ഇവിടെ സംഭവിച്ച അതിദാരുണമായിട്ടുള്ള ഒരു കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്നലെ രാത്രിയാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ മണ്ണാർക്കാട്ടെ പ്രധാനപ്പെട്ട പ്രവർത്തകർ ഈ മണ്ണാർക്കാട്ടെ ബീവറേജിൽ കുറെ കാലങ്ങളായി നടന്നു വരുന്ന ചില നിയമവിരുദ്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതിൻ്റെ ഏറ്റവും പര്യവസാനമായി നിന്ന ഈ കൊലപാതകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഔട്ട്ലെറ്റിലേക്ക് ഇന്ന് ഇങ്ങനെ ഒരു മാർച്ച് സംഘടിപ്പിച്ചു. നമുക്കറിയാം, കേരളത്തിൽ മദ്യവും ലഹരിയുമെല്ലാം വ്യാപകമായിട്ട് വർഷങ്ങളായിട്ടുണ്ട്. എന്നാൽ മദ്യത്തെയും ലഹരിയെയും രണ്ടാക്കി തിരിച്ച് ലഹരിക്കെതിരെ ശക്തമായി സമരവുമായി സംസ്ഥാന ഗവൺമെൻറ്റും ആ ഗവൺമെൻറ്റിനോട് ചേർന്ന് നിൽക്കുന്നവരും നടത്തുമ്പോൾ ആ ലഹരിയിലേക്ക് സമൂഹത്തെ, വിദ്യാർത്ഥികളെ, യുവാക്കളെ കൊണ്ടുപോകുന്ന അടിസ്ഥാനപരമായിട്ടുള്ള മദ്യം നിരോധിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മദ്യത്തിൻ്റെ വിപണനം കുറച്ചു കൊണ്ടുവരാനോ അതിനെതിരെ ശക്തമായ നടപടികൾ എടുക്കാനോ നമ്മുടെ ഗവൺമെൻറ്റിനോട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും അതുപോലെയുള്ള മറ്റു സംഘടനകളും തയ്യാറാവാത്തതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ് ഇവിടെ സംഭവിച്ചത്. ഷമീർ പഴേരി അധ്യക്ഷത വഹിച്ചു. മാർച്ച് തടയുന്നതിന് വനിതാ പോലീസിനെ അണിനിരത്തിയത് പ്രവർത്തകർക്കെതിരെ കള്ളക്കേസ് ചേർക്കാനുള്ള പോലീസ് ശ്രമമാണെന്ന് പ്രവർത്തകർ ആരോപിച്ചു. എന്ത് വില കൊടുത്തും വിദേശ മദ്യ ഷോപ്പ് പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്നും പ്രവർത്തകർ പറഞ്ഞു.